നമസ്കാരം. ലോകത്തിന്റെ പുതിയ എണ്ണ ഖനിയായി നമ്മുടെ ഇന്ത്യ മാറുകയാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു വിരോധാഭാസമായൊക്കെ തോന്നാം. കാരണം രാജ്യത്തിന് ആവശ്യമായ 85% അസംസ്കൃത എണ്ണയും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സ്വന്തമായി കാര്യമായ എണ്ണപ്പാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യം എങ്ങനെയാണ് ലോകത്തിന്റെ ഇന്ധനം നൽകുന്ന ഒരു കേന്ദ്രമായി, ഒരു ഖനിയായി മാറുന്നത്? ഉത്തരം നൽകാം. ഈ അവിശ്വസനീയമായ മാറ്റത്തിന് പിന്നിലെ ചാലക ശക്തി ഒന്ന് മാത്രമാണ്: റഷ്യൻ എണ്ണ. 2022 ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ലോകം ഒരു പുതിയ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. ഊർജ്ജവില ആകാശത്തോളം ഉയർന്നു. ലോകമെമ്പാടും പണപ്പെരുപ്പം ഭീഷണിയായി. ഒപ്പം റഷ്യയ്ക്ക് മേൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നേതൃത്വത്തിൽ ഉപരോധങ്ങൾ വന്നു. ഈ സങ്കീർണമായ സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം സ്വന്തം വഴി വെട്ടി തുറന്നത്. പാശ്ചാത്യ ലോകത്തിന്റെ കടുത്ത സമ്മർദ്ദങ്ങളെയും ഭീഷണികളെയും ഒക്കെ അവഗണിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നും വൻതോതിൽ വിലക്കിഴിവിൽ എണ്ണ വാങ്ങാൻ തുടങ്ങി. ഇതൊരു ലളിതമായ വ്യാപാര ഇടപാടായിരുന്നില്ല, മറിച്ച് സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന, ആഗോള രാഷ്ട്രീയത്തിൽ ആരുടെയും നിഴലിൽ ഒതുങ്ങാൻ തയ്യാറല്ലാത്ത ഒരു പുതിയ ഇന്ത്യയുടെ പ്രഖ്യാപനമായിരുന്നു അത്. സ്വന്തം മണ്ണിൽ നിന്നും എണ്ണ ഖനനം ചെയ്യാതെ കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്ത് അത് ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലും വിമാന ഇന്ധനവുമാക്കി ലോക വിപണിയിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യുന്ന ഒരു ഭീമൻ ശക്തിയായി നമ്മുടെ രാജ്യം മാറി. അതെ, ഇന്ത്യ ഒരു എണ്ണ ഖനിയായി മാറുന്നു. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അസംസ്കൃത എണ്ണയുടെ അല്ല, മറിച്ച് ശുദ്ധീകരിച്ച ഇന്ധനത്തിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ പുതിയ ഉറവിടം. ഈ നിർണായകമായ നീക്കം ഇന്ത്യ നടത്തിയത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ അമേരിക്കൻ സമ്മർദ്ദങ്ങളെ ഇന്ത്യ എങ്ങനെയാണ് ഇന്ന് നയതന്ത്രപരമായി പ്രതിരോധിച്ചത്? റഷ്യൻ എണ്ണയിലൂടെ ഇന്ത്യ ശരിക്കും നേടിയ സാമ്പത്തിക ലാഭം എത്രയാണ്? ഈ ഓയിൽ ഗെയിം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരന്റെ ജീവിതത്തെയും എങ്ങനെയാണ് സ്വാധീനിച്ചത്? പെട്രോൾ വില കുത്തനെ താഴുമോ? ഈ തന്ത്രപരമായ നീക്കത്തിന് പിന്നിലെ വെല്ലുവിളികളും ഭാവിയും ഒക്കെ എന്താണ്? നമുക്ക് വിശദമായി തന്നെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നേടാം. യുദ്ധത്തിന് മുമ്പുള്ള കാലഘട്ടത്തെയും അതിനുശേഷമുള്ള മാറ്റത്തെയും മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ നീക്കത്തിന്റെ പ്രാധാന്യം പൂർണ്ണമായും വ്യക്തമാകൂ. 2022 ഫെബ്രുവരിക്ക് മുമ്പ് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ഭൂപടം തികച്ചും വ്യത്യസ്തമായിരുന്നു. നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും, ഒപ്പം അമേരിക്ക, നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങി. നമ്മുടെ മൊത്തം ഇറക്കുമതിയുടെ കേവലം 2% മാത്രമായിരുന്നു അന്ന് റഷ്യയുടെ പങ്ക്. ഗൾഫ് രാജ്യങ്ങളെയും ഒപെക് കൂട്ടായ്മയെയും ആശ്രയിക്കുന്നതിന് അതിൻ്റെതായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എണ്ണ ഉൽപാദനം നിയന്ത്രിച്ച് വില കൃത്രിമമായി ഉയർത്താനുള്ള ഒപെക് രാജ്യങ്ങളുടെ തീരുമാനം പലപ്പോഴും ഇന്ത്യയെ പോലെയുള്ള ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അസ്ഥിരതകളും എണ്ണ വിതരണത്തിൽ എപ്പോൾ വേണമെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ബദൽ മാർഗം ഇന്ത്യക്ക് അത്യാവശ്യമായി വരുന്നത്. അതായത് റഷ്യൻ അവസരത്തിന്റെ പിറവി അവിടെയാണ് ഉദിക്കുന്നത്. ഉക്രൈൻ അധിനിവേശത്തോടെ റഷ്യയുടെ പ്രധാന വരുമാന മാർഗമായ എണ്ണ, പ്രകൃതിവാതക കയറ്റുമതി തടയാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തീരുമാനിച്ചു. റഷ്യൻ ബാങ്കുകളെ അന്താരാഷ്ട്ര പണമിടപാട് ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്നും പുറത്താക്കി. റഷ്യൻ എണ്ണയ്ക്ക് ബാരലിന് $60 എന്ന വിലപരിധി നിശ്ചയിക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. ഇതോടെ യൂറോപ്പ് പോലെയുള്ള തങ്ങളുടെ പരമ്പരാഗത വിപണികൾ റഷ്യക്ക് നഷ്ടമായി. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരാതിരിക്കാൻ ഈ എണ്ണ എവിടെയെങ്കിലും വിറ്റഴിക്കേണ്ടത് റഷ്യയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറി. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ ആഗോള എണ്ണ വിലയായ ബ്രെന്റ് ക്രൂഡിനേക്കാൾ ബാരലിന് $30 വരെ കിഴിവോടെ തങ്ങളുടെ യൂറോൾസ് ക്രൂഡ് ഇന്ത്യയെയും ചൈനയെയും പോലെയുള്ള രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിൽ കുതിച്ചുയർന്നു നിന്ന സമയത്ത് ഈ കിഴിവ് ഇന്ത്യക്ക് ഒരു സുവർണ അവസരമായിരുന്നു. അവസരം മുതലെടുക്കുന്നതിൽ ഇന്ത്യ ഒരു മടിയും കാണിച്ചില്ല. യുദ്ധത്തിന് മുമ്പ് പ്രതിദിനം 1 ലക്ഷം ബാരലിൽ താഴെ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന സ്ഥാനത്ത് ഇന്ത്യയുടെ ഇറക്കുമതി പ്രതിദിനം ഏകദേശം 2 ദശലക്ഷം ബാരലിലേക്ക് കുതിച്ചുയർന്നു. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ദാതാവായി റഷ്യ മാറി. നമ്മുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 40%-ലധികം റഷ്യയിൽ നിന്നുമാക്കി. ഗൾഫ് രാജ്യങ്ങളുടെ വിഹിതം കുത്തനെ ഇടിഞ്ഞു. യൂറോപ്പിലേക്കുള്ള റഷ്യൻ എണ്ണ കയറ്റുമതിയുടെ സിംഹഭാഗവും ഇന്ത്യയിലേക്ക് വഴിതിരിഞ്ഞു വന്നു.
ഇന്ത്യയുടെ ഈ നീക്കം സാമ്പത്തികമായിരുന്നുവെങ്കിലും അതിന്റെ പ്രതിഫലനങ്ങൾ രാഷ്ട്രീയമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണിലെ കരടായി ഇന്ത്യ മാറുകയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുടെ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. റഷ്യയുടെ യുദ്ധത്തിന് പണം നൽകി ഇന്ത്യ സഹായിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങി അത് ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് തന്നെ ഡീസലായി കയറ്റുമതി ചെയ്യുന്നതിനെ ധാർമ്മികമല്ലാത്ത നടപടി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ റിഫൈനറികൾ റഷ്യയുടെ അഴുക്കുപുരണ്ട എണ്ണ വെളുപ്പിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നു എന്നുവരെ ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാനായി നമ്മുടെ രാജ്യം തയ്യാറായിരുന്നില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകവേദികളിൽ തങ്ങളുടെ നിലപാട് ശക്തമായി അവതരിപ്പിച്ചു. ഇന്ത്യയുടെ പ്രതിരോധം പല തലങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ റഷ്യൻ ബാങ്കുകൾക്ക് മേലുള്ള ഉപരോധം കാരണം ഡോളറിൽ പണമിടപാട് നടത്തുന്നത് അസാധ്യമായിരുന്നു. ഇത് എണ്ണക്കച്ചവടത്തിന് പുതിയൊരു തലം നൽകി. ഡോളറിനെ ആശ്രയിക്കാതെ എങ്ങനെ വ്യാപാരം നടത്താമെന്ന പരീക്ഷണങ്ങൾക്ക് ഇത് വഴിവെച്ചു. ഇന്ത്യയും റഷ്യയും UAE ദിർഹം, ചൈനീസ് യുവാൻ തുടങ്ങിയ കറൻസികളിൽ ഇടപാടുകൾ നടത്തി. ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങളും നടന്നു. ഇതിനായി റഷ്യൻ ബാങ്കുകൾ ഇന്ത്യയിൽ വോസ്ട്രോ അക്കൗണ്ടുകൾ തുറന്നു. എന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി കയറ്റുമതിയേക്കാൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ റഷ്യയുടെ കയ്യിൽ കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ ഉപയോഗിക്കാനാവാതെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇത് രൂപ വഴിയുള്ള വ്യാപാരത്തിന് ഒരു തടസ്സമായെങ്കിലും ഡോളർ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിന്റെ സൂചനകൾ അത് നൽകി. അങ്ങനെ റഷ്യൻ എണ്ണയിലൂടെ നമ്മുടെ ഇന്ത്യ കോടിക്കണക്കിന് ഡോളർ ലാഭിച്ചു എന്നത് ശരിയാണ്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ CLSAയുടെ റിപ്പോർട്ട് പ്രകാരം വാർഷിക ലാഭം എന്ന് പറയുന്നത് 2.5 ബില്യൺ ഡോളറിനടുത്താണ്. എന്നാൽ യഥാർത്ഥ നേട്ടം ഈ സംഖ്യയിലും വലുതാണ്. അതുപോലെ ലോകം മുഴുവൻ പെട്രോൾ ഡീസൽ വിലക്കയറ്റത്തിൽ പൊറുതി മുട്ടിയപ്പോൾ ഇന്ത്യയിൽ ഇന്ധനവില താരതമ്യേന പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ച അസംസ്കൃത എണ്ണ ഇതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ധനവില പിടിച്ചു നിർത്തിയത് വഴി ചരക്കു നീക്കത്തിന്റെ ചെലവ് കുറഞ്ഞു. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാനായി സഹായിച്ചു. ഇത് സാധാരണക്കാരന് നൽകിയ ആശ്വാസം വളരെ വലുതായിരുന്നു. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങി ഗുജറാത്തിലെ ജാംനഗർ പോലെയുള്ള ലോകോത്തര നിലവാരമുള്ള ഇന്ത്യൻ റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് തന്നെ ഡീസലായും വിമാന ഇന്ധനമായും ഇന്ത്യ കയറ്റുമതി ചെയ്തു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഉപരോധം ഏർപ്പെടുത്തിയ യൂറോപ്പ് ഇന്ത്യയിൽ നിന്നും ശുദ്ധീകരിച്ച അതേ റഷ്യൻ എണ്ണയ്ക്ക് വേണ്ടി ക്യൂ നിന്നു. ഇത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. പിന്നെ ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിലെ ഏറ്റവും വലിയ ഘടകം എണ്ണയാണ്. എണ്ണയ്ക്കായി കോടിക്കണക്കിന് ഡോളറാണ് ഓരോ മാസവും നമ്മുടെ രാജ്യത്തിന് ചെലവഴിക്കേണ്ടി വരുന്നത്. റഷ്യൻ എണ്ണയിലെ കിഴിവ് കാരണം ഇന്ത്യക്ക് വലിയൊരു തുക വിദേശ നാണ്യത്തിൽ ലാഭിക്കാൻ കഴിഞ്ഞു. ഇത് രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി നിയന്ത്രിക്കാനും രൂപയുടെ മൂല്യം ഇടിയാതെ സംരക്ഷിക്കാനും സഹായിച്ചു. ചുരുക്കത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം കേവലം ഒരു വ്യാപാര ഇടപാടായിരുന്നില്ല. അത് പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റിയ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. സ്വന്തം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇന്ത്യ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെയോ റഷ്യയുടെയോ പക്ഷം ചേരാതെ ഇന്ത്യയുടെ പക്ഷം എന്ന പുതിയൊരു എണ്ണം സൃഷ്ടിച്ചു. ഈ നീക്കം ഇന്ത്യയെ ആഗോള രാഷ്ട്രീയത്തിലെ ഒരു കേവല കാഴ്ചക്കാരിൽ നിന്നും ഒരു കളിയുടെ ഗതി നിർണ്ണയിക്കുന്ന ഒരു നിർണായക ശക്തിയായി ഉയർത്തിയിരിക്കുന്നു. ഇത് പ്രായോഗികതയുടെയും ദേശീയ താല്പര്യ സംരക്ഷണത്തിന്റെയും വിജയമാണ്. മാറുന്ന ലോകക്രമത്തിൽ ഒരു സന്തുലിത ശക്തിയായി ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിൽ ഈ ഓയിൽ ഗെയിം ഒരു നിർണായക പങ്ക് വഹിച്ചു എന്ന് നിസ്സംശയം പറയാം. മാത്രമല്ല, താരിഫിന് മുന്നിൽ ഇന്ത്യ ഒരടി പോലും പിന്മാറിയതുമില്ല. അപ്പോൾ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യയുടെ ഈ ധീരമായ വിദേശ നയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ മറക്കരുത്. കൂടുതൽ വിശദമായിട്ടുള്ള വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.